എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു റോള് തയ്യാറാക്കുന്നത് ഞാൻ ഓവൻ ഇല്ലാതെയും ഓവനിൽ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ ഓവനിൽ ഇത് ചെയ്തിട്ടെടുക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓവൻ ഇല്ലാതെ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൊടിയിലേക്ക് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുള്ള പാലിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഈ ഈസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു മിക്സ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും. ഇത് അൺസാൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുത്താണ്. ഉപ്പില്ലാത്ത ബട്ടർ തന്നെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തതും. കൂടാതെ ഒരു കോഴിമുട്ടയും നല്ലപോലെ തന്നെ അടിച്ചിട്ടെടുത്താണിത്. ആ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ മുട്ടയല്ല, ഒരു മീഡിയം വലിപ്പമുള്ള മുട്ട തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇളം ചൂടുള്ള പാലാണ്. ഒരു ഇളം ചൂട് മാത്രം മതി, ഒരുപാട് ചൂട് കൂടിയും പോരുത്. 125 ml, അതായത് അരക്കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലും കൂടെ നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ആദ്യം നമ്മളിതൊരു തവിയുടെ വെള്ളം പിടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ബട്ടർ ഓയിലും ആക്കിയിട്ട് നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ, ഒരു മാവ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഒന്ന് നനച്ചതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് പിഴിയുക. എന്നിട്ട് ആ ഒരു തുണി കൊണ്ടൊന്ന് കവർ ചെയ്താലും മതി. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഒരു 1.5 മണിക്കൂറത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ മതി. നല്ല പോലെ തന്നെ നമുക്കൊരു മാവ് പൊങ്ങിക്കിട്ടും. അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി സമയം കൂടുതലായെന്ന് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും. ഇതൊരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് തന്നെയാണ്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ നല്ലപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇതൊരു അരക്കപ്പ് അളവിൽ സ്പ്രിംഗ് ഓനിയൻ ആണ്. സ്പ്രിംഗ് ഓനിയൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അഥവാ സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിൽ ഒരു 1.5 സവാള വരെയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. ആ ഒരു ക്യാരറ്റൊക്കെ ആണെങ്കിലും ഒരുപാടങ്ങ് വെന്തു പോകേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിൽ തന്നെ കിടന്നാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നമുക്കൊരു പകുതിയോളൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പകുതിയോളൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു മസാലയ്ക്ക് ഒരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ, നമ്മൾ പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ഒരു ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ്. നമ്മൾ ഈ ഒരു ഫില്ലിങ് നല്ല ക്രീമി ആയിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മളൊരു വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ട് ചെയ്യാറില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയുടെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട്
നല്ലപോലെ തന്നെ വേവിച്ചെടുത്താണ്. നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതൊരു ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി ചിക്കൻ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ചിക്കൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ പാലാണ്. 1 കപ്പ് അളവിൽ പശുവിൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകി പോവും. ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം നമ്മളൊരു വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങും ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങിന്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇതിലൊരു സ്വല്പം ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എരിവൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അഥവാ ഈ ഒരു മസാല കുറച്ച് റെഡ് കളറായിട്ട് ഇരിക്കണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഈ ഒരു ക്രീമി പരിവായിട്ട് നമുക്ക് കിട്ടണം. ഒരുപാടങ്ങ് ലൂസായിട്ട് ഇരിക്കരുത് മസാല. ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു ക്രീമി പരിവായിട്ട് കിട്ടണം നമ്മുടെ ഈ ഒരു ഫില്ലിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൊടി ഇതൊന്നും തൂകിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിപ്പോൾ കണ്ടില്ല, മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ കുറച്ച് ഏറെ തന്നെ ഒന്ന് പൊടിയൊന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2-3 മിനിറ്റോളം ഈ ഒരു മാവ് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് മാവ് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു മാവ് ഒരു 10 എണ്ണമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ വേണം കേട്ടോ നമ്മൾ 10 എണ്ണമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഓരോ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുകയാണ്. ഇതുപോലെ പരത്താനായിട്ട് ഒരെണ്ണം ഇതുപോലെ എടുത്തതിന് ശേഷം ബാക്കി ബോൾസ് എല്ലാം നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കണം ഇതുപോലെ, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. ഇനി ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലോ കുറച്ച് ഏറെ തന്നെ നമ്മൾ ഇതുപോലെ പൊടിയൊന്ന് വെതറി കൊടുക്കുക. പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്താലേ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം മാവ് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു മൈദ ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം ഇത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഒരുപാട് കട്ടിയില്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അവർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1-2 ടീസ്പൂണോളം ഫില്ലിങ് തന്നെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചീസ് വെച്ച് കൊടുക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഇതുപോലെ ഈ ഒരു സൈഡൊന്ന് മടക്കുക. അതിനുശേഷം ഈ ഒരു സൈഡും കൂടെ മടക്കിയിട്ട് ഇവിടുന്ന് നമ്മൾ ഇതുപോലെ പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരിക. പതിയെ വേണം കേട്ടോ, അത് പൊട്ടിയൊന്നും പോകാതെ പതിയെ ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഒന്ന് പരത്തിയിട്ട് ആ ഒരു ഫില്ലിങ്ങും ആ ഒരു ചീസും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്, ഓവനില്ലാതെ ചെയ്യുന്ന ഒരു രീതിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവനിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓവനിൽ ഞാൻ ഇതുപോലെ ഒരു 6 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഓവനിലല്ലാതെ ചെയ്യാനായിട്ടും ഇതുപോലൊരു കേക്ക് ടിനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് ടിൻ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. സ്റ്റീലിൻ്റെ ഒക്കെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമൊക്കെ എടുത്താലും മതി. ഈ ഒരു പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓവനിലല്ലാതെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും ഇതിൻ്റെ ഒരു സൈഡിലും എല്ലാം തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 4 റോൾസ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നേരത്തേക്കും കൊണ്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഈ ഒരു മാവ് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി കിട്ടും. ഇതുപോലെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ഒരു കളർ, ഒരു ഗോൾഡൻ കളർ പോലെ വരാൻ വേണ്ടിയിട്ട് മുട്ട നമ്മൾ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ മുകളിലായിട്ട് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് വേണം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് മാത്രം എഗ്ഗ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് നമുക്ക് ആ ഒരു എഗ്ഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് ബേക്കായി വരുന്ന സമയത്ത് കുറച്ചും കൂടി കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനയോ, അല്ലെങ്കിൽ വെളുത്ത എള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളം ഉണ്ടെങ്കിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ ഒന്ന് വെതറിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഓവനിൽ വെക്കാനുള്ളത് 5 മിനിറ്റ് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക ഓവന്. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നമ്മളൊരു 20-25 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. നമ്മൾ ഫംഗ്ഷൻ വെച്ച് കൊടുക്കേണ്ടത് ബേക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. മുകളിലത്തെയും താഴത്തെ ഒരു കോയിൽ ചൂടാകുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഓവനിൽ അല്ലാതെ ചെയ്യുന്ന ഒരു സമയത്ത് ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് അടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ളൊരു അലുമിനിയത്തിന്റെ പാത്രം എടുത്താലും മതി. ഇതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഹോളുള്ള അടപ്പാണ് എടുക്കുന്നതെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് ഒരു ഹോളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം, ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നമുക്കിവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ പൊങ്ങിയ ആ ഒരു മുകൾ ഭാഗത്ത് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഓവനിൽ അല്ലാതെ വെക്കുമ്പോഴും ഈ ഒരു കളർ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്ലേസിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചതും എനിക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഞാൻ ഇതുപോലെ ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഓവനിൽ എങ്ങനെയാണ് ചെയ്തിട്ടെടുത്തത് അതുപോലെ തന്നെ ഓവനില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫില്ലിങ്ങിനാണെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ചിക്കൻ ഡിന്നർ റോൾസ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.